ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ 777 മാജിക് പോർട്ടൽ ഓണാകുന്ന ദിവസമാണ്. നമ്മൾ നമ്മുടെ നടക്കാത്ത ഏതൊരു കാര്യവും വിശ്വാസപൂർവ്വം പ്രപഞ്ചത്തിനെ ഏൽപ്പിക്കുന്ന ദിവസമെന്ന് വേണമെങ്കിൽ ഇങ്ങനത്തെ മാജിക് ഓപ്പൺ ഡേയെ നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. അപ്പം നാളത്തെ ദിവസം വെറും 7 പ്രാവശ്യം മാത്രം നമ്മൾ പേപ്പറിൽ എഴുതേണ്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ 2 ആഗ്രഹങ്ങൾ രാവിലെയും വൈകിട്ടും 2 നേരങ്ങളിലായിട്ട് എഴുതി പ്രപഞ്ചത്തിനോട് ചോദിച്ച് നമുക്ക് വാങ്ങിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, എല്ലാ മാസവും വരുന്ന ഇതുപോലത്തെ ഓപ്പൺ ഡേയ്സിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് സാധിക്കാറുണ്ട്. കഴിഞ്ഞ മാസം 666 മാജിക് ഡേ ദിവസം മുരുകഭഗവാന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് ഒരുപാട് പേർക്ക് അതിന് റിസൾട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ വേണം നാളെ നിങ്ങളും ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. വിശ്വാസപൂർവ്വം, നമ്മുടെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം, ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ള സംശയമില്ലാതെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഇതിൽ കൊടുത്തുകൊണ്ട് നമ്മളിത് ചെയ്താൽ ഡെഫിനിറ്റ്ലി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം പ്രപഞ്ചം നമുക്ക് മണിക്കൂറുകൾ കൊണ്ട് തന്നെ സാധിച്ചു തന്നിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ നാളെ എന്താണ് ചെയ്യേണ്ടതെന്ന്. അതിനു മുൻപായിട്ട് ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ആരംഭം ഇന്ന് വൈകിട്ട് മുതലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഗോപൂജ ചെയ്യുന്നവരൊക്കെ മറക്കരുത്. അപ്പം കുറച്ച് പേര് സംശയം ചോദിച്ചിരുന്നു, ഗോപൂജ വീട്ടിൽ തന്നെ ചെയ്യണമോ? ഞങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ പശുക്കളുണ്ട്, അവിടെ പോയി അവയ്ക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്താൽ മതിയോ എന്നുള്ളത്. തീർച്ചയായും അത് വളരെയധികം ഓസ്പീഷ്യസ് ആണ്. നമ്മൾ വീട്ടിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മുടെ വീട്ടിലെ ഗോപൂജ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റാച്യുവിന് പൂജ ചെയ്യുക, അതിനേക്കാൾ ഇരട്ടി ഫലം കിട്ടുന്നതാണ് ഈ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗോപൂജ ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. നമ്മൾ പോകുന്ന ക്ഷേത്രത്തിൽ പശു ഉണ്ടെങ്കിൽ ആ പശുവിന് പഴം, അതേപോലെ തന്നെ ചെറുപയർ, ശർക്കര, കറുകപ്പുല്ല് ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ട് കൊടുത്ത് പശുവിൻ്റെ പിൻഭാഗത്ത് തൊട്ട് വണങ്ങിയിട്ട് വീട്ടിലോട്ട് വരുന്നത് നല്ല ഐശ്വര്യം തരും. അത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് മാത്രം ചെയ്താൽ മതിയാവും. അതേപോലെ തന്നെ ആ പശുക്കൾക്ക് വേണ്ടിയിട്ട് ഒരാഴ്ചത്തേക്ക്, ഒരു 3 ദിവസത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള എമൗണ്ട് അവിടെ സംഭാവന കൊടുക്കുന്നതും, അല്ലെങ്കിൽ ആ പശുക്കൾ എന്താണോ അവിടെ കഴിക്കുന്നത് അത് അവിടുത്തെ കെയർ ടേക്കറോട് ചോദിച്ചിട്ട് അത് മേടിച്ചു കൊണ്ടുപോയി അതുങ്ങൾക്ക് കൊടുക്കുന്നതുമൊക്കെ നമുക്ക് നല്ല ഐശ്വര്യങ്ങൾ തരും. കാരണം അന്നദാനത്തെ പോലെ മഹത്തരമാണ് ഗോപൂജ, ഗോദാനം എന്നൊക്കെ പറയുന്നത്. സോ അതും ആരും മറക്കാതെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് രേവതി നക്ഷത്ര ലക്ഷ്മി പൂജയാണ്. അതിൻ്റെയും സമയം ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് നാളെ എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കാം. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, എന്നാൽ പോലും ഒരാളെങ്കിലും ഈ സംശയം ചോദിക്കുന്നത് കൊണ്ടാണ് വീണ്ടും ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ 777 മാജിക് പോർട്ടൽ എഴുതുന്നതിന് നമുക്ക് പീരിയഡ്സ്, പുല, വാലായ്മ, നോൺ വെജ് കഴിച്ചു, കുളിച്ചിട്ടില്ല, അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളും ബാധകമല്ല. നാളെ 7-ാം തീയതി ചൊവ്വാഴ്ച നമുക്ക് 2 പ്രാവശ്യമാണ് ഈ ഒരു 777 പോർട്ടൽ എഴുതാൻ പറ്റുന്നത്. ഒന്ന് അതിരാവിലെ 7 മണി മുതൽ 7 വരെയുള്ള സമയവും വൈകിട്ട് 7 മണി മുതൽ 7 വരെയുള്ള സമയവും. കാരണം ആ 7 എന്നുള്ള നമ്പറാണ് അവിടെ പ്രതിധ്വനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു സമയത്തെ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ അല്ലെങ്കിൽ 7 മണി മുതൽ 7:59 വരെയുള്ള സമയം നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്കിതിൽ ഏറ്റവും പറ്റുന്ന ഒരു സമയം ഏതാണോ ആ ഒരു സമയം എടുക്കുക. അതല്ലാതെ വേറെ ഒരു സമയങ്ങളും നമ്മളിത് ചെയ്യാനായിട്ട് എടുക്കരുത്. ഒന്നെങ്കിൽ 7 മണി മുതൽ 7 വരെ, അല്ലെങ്കിൽ 7 മണി മുതൽ 7:59 വരെ. രാവിലെയും വൈകിട്ടും 2 സമയമുണ്ട്. 2 ആഗ്രഹങ്ങളുള്ളവർക്ക് രാവിലെയും വൈകിട്ടും എഴുതാവുന്നതാണ്. ഒരേ ഒരു ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ രാവിലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. നമ്മൾ എഴുന്നേറ്റ് സാധാരണ പോലെ എല്ലാവരും കുളിക്കുന്നവരുണ്ടാകും, കാലും കൈയും മുഖം കഴുകുന്നവരുണ്ട്. അതെല്ലാം ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് ശ്വാസം ഒന്ന് ഇൻഹേൽ ചെയ്ത് എക്സേൽ ചെയ്ത് നമ്മുടെ ബോഡിയെ ഒന്ന് സ്ട്രെച്ച് ഔട്ടൊക്കെ ചെയ്തൊന്ന് സമാധാനപരമായിട്ടിരിക്കുക. അതിനുശേഷം ഒരു പേപ്പറിൽ 1 മുതൽ 7 വരെ നമ്പർ ഇട്ട് വെച്ചേക്കുക. നിങ്ങൾക്ക് ബ്ലൂ കളറിലെ പേന എടുക്കാം, റെഡ് കളർ എടുക്കാം, അതേപോലെ തന്നെ ഗ്രീൻ കളർ എടുക്കാം. ബ്ലാക്ക് കളർ, കറുത്ത കളർ മഷി മാത്രം നമ്മളിവിടെ എടുക്കാനായിട്ട് പാടുള്ളതല്ല. അതിനുശേഷം നമ്മൾ എന്താഗ്രഹമാണ് നിങ്ങൾക്ക് വേണ്ടത്? ജോലി, വിവാഹം, നല്ല ആരോഗ്യം, പണം, ദാമ്പത്യ സൗഖ്യം, പുതിയ വാഹനം, പുതിയ വീട്, അതേപോലെ തന്നെ പണയം വെച്ചിട്ടുള്ള സ്വർണം തിരിച്ചെടുക്കുക, ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ ആഭരണം, അങ്ങനെ എന്താണോ വേണ്ടത് അതൊരൊറ്റ വാക്കിൽ നമ്മൾ എഴുതണം. ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ എഴുതിയിരിക്കുന്നത് സമ്പൽ സമൃദ്ധി എന്നുള്ളതാണ്. സമ്പൽ സമൃദ്ധി എന്ന് എഴുതിയിട്ട് വിജയം നിശ്ചയം
അതായത് സമ്പൽ സമൃദ്ധിയിൽ നമുക്ക് വിജയം നിശ്ചയമാണ്. വിവാഹമാണെങ്കിൽ ആ വിവാഹം നമുക്ക് വിജയം നിശ്ചയമാണ്. അതായത് നമ്മൾ എഴുതുന്ന കാര്യം നടന്ന് കിട്ടും. ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്നത് പോലെ തന്നെ എഴുതണം 7 പ്രാവശ്യം. സമ്പൽ സമൃദ്ധി വിജയം നിശ്ചയം, സമ്പൽ സമൃദ്ധി വിജയം നിശ്ചയം, അങ്ങനെ 7 പ്രാവശ്യം. അപ്പം നമുക്ക് വേണ്ടുന്ന ആഗ്രഹത്തെ ഒരൊറ്റ വാക്കിൽ ചുരുക്കുക. ഇപ്പം സ്നേഹിക്കുന്ന ഒരാളുമായിട്ടുള്ള വിവാഹമാണെങ്കിൽ ഇഷ്ടവിവാഹം. അപ്പോൾ ആ വിവാഹത്തിന് പേരൻസ് സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും ഇഷ്ടവിവാഹം എന്നെഴുതിയാൽ മതിയാവും. ഇനി ആരെങ്കിലുമായിട്ട് പിണങ്ങിയിരിക്കുകയാണെങ്കിൽ പിണക്കം തീരണം എന്നെഴുതിയിട്ട് വിജയം നിശ്ചയം, അങ്ങനെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മുമ്പിലുള്ള പ്രശ്നങ്ങൾ എന്താണെങ്കിലും അതിനെ ഏറ്റവും ചുരുക്കി ഒരു ഫോമിൽ എങ്ങനെ ആക്കണം എന്നുള്ളത് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ കണ്ടുപിടിച്ചിട്ട് ആ ഒരു വാക്ക് എഴുതുന്നു. വിജയം നിശ്ചയം എന്ന് എഴുതുക. അപ്പം 7 മണിക്ക് തുടങ്ങിയാൽ തീർച്ചയായും 7:07 മുൻപ് തന്നെ അവസാനിച്ചിരിക്കുക. അപ്പം നമ്മൾ എഴുന്നേറ്റ് ഫ്രഷപ്പായി വെള്ളം കുടിച്ച് ഒന്ന് ശ്വാസമൊക്കെ വിട്ട് ഒന്ന് നേരെയാകുന്നത് 7 മണിക്ക് മുന്നേ തന്നെ ഇതൊക്കെ ചെയ്ത് നമ്മൾ ഓൾറെഡി റെഡി ആയിട്ടിരിക്കണം. കറക്റ്റ് 7 മണിയാകുമ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതുക എന്നുള്ളതിനപ്പുറത്തേട്ട് ഒരിക്കലും നമുക്ക് നമ്പേഴ്സ് ഇട്ട് വെക്കാനോ വെള്ളം കുടിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. അതായത് നിങ്ങളൊരു 6:55 ആകുമ്പോൾ തന്നെ നിങ്ങൾ എവിടെ ഇരുന്നാണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് പോയിരുന്ന് ശ്വാസമൊക്കെ ഇൻഹേൽ എക്സേൽ ചെയ്ത് ജലമൊക്കെ കുടിച്ച് ബോഡിയൊക്കെ ഒന്ന് നേരെയാക്കി വളരെ കാമായിട്ട് മസിൽസൊക്കെ ലൂസാക്കിയിട്ട് വളരെ നന്നായിട്ട് നമ്മൾ ഇരിക്കണം. എന്നിട്ട് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ആ ഒരൊറ്റ ആഗ്രഹത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ആഗ്രഹം എഴുതുന്നു. വിജയം നിശ്ചയം എന്ന് എഴുതുന്നു. അത് എഴുതിയതിന് ശേഷം ആ ഒരു പേപ്പർ മടക്കി, ഇപ്പോൾ പീരിയഡ്സ് വാലായ്മ, നോൺ വെജ് കഴിച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്ന ഭാഗത്തായിട്ട് എവിടെയെങ്കിലും ആ പേപ്പർ കൊണ്ടുപോയി വെച്ചുകൊള്ളൂ. അങ്ങനെ അല്ലാത്തവർ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കണ്ണെത്തുന്നിടത്ത്, അതായത് നമുക്ക് എടുക്കാൻ പറ്റുന്നത് പോലെ എവിടെയെങ്കിലും എടുത്ത് വെച്ചിരിക്കുക. രാവിലെ ചെയ്തു വൈകിട്ട് നമുക്ക് ചെയ്യാം. വൈകിട്ട് ചെയ്യുമ്പോൾ പുതിയ പേപ്പർ എടുത്ത് ചെയ്യണം. ആ എഴുതിയ പേപ്പറിൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ എഴുതാൻ പാടില്ല, പുതിയ പേപ്പർ എടുക്കണം. അതിന് ശേഷം നാളെ രാത്രിക്ക് മുൻപായിട്ട്, അതായത് നാളെ രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപായി ഈ പേപ്പർ കത്തിച്ച് ആ ചാരം പ്രപഞ്ചത്തിന് സമർപ്പിക്കണം. കത്തിക്കാൻ സാധിക്കാത്തവ ജലത്തിലിട്ട് അലിയിച്ച് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ ആ പേപ്പർ കഷ്ണം കൊണ്ട് കളയണം. അത് നാളെ തന്നെ, അതായത് നമ്മൾ നാളെ രാവിലെയും വൈകിട്ടും നമ്മുടെ 2 ആഗ്രഹങ്ങൾ എഴുതി, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരം നമ്മുടെ ഒരേ ഒരു ആഗ്രഹം എഴുതി ആ ആഗ്രഹം അതേപോലെ നമ്മൾ നമ്മുടെ പ്രപഞ്ചത്തിന് നടന്നു കിട്ടിയതായിട്ട് നമ്മൾ എഴുതി സമർപ്പിച്ചു. അതേപോലെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, നാളത്തെ ദിവസം എപ്പോഴൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആ സമയത്തൊക്കെ 777 മാജിക് ബിഗിൻ നൗ, ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കാം. അതിനങ്ങനെ ഇത്ര പ്രാവശ്യം ചൊല്ലണം, ഇന്ന സമയത്ത് ചൊല്ലണം എന്നൊന്നുമില്ല. എഴുതുന്നത് മാത്രം 7 മണി മുതൽ 7:59 വരെയുള്ള സമയത്തിനുള്ളിൽ എഴുതണം എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു ചാൻറ്റിങ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു ചാൻറ്റിങ് 777 മാജിക് ബിഗിൻ നൗ ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരിക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പം മുതൽ അടുക്കളയിൽ ജോലി ചെയ്യുമ്പം, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പം, നാളെ ജോലിക്ക് പോകുന്ന വഴിക്ക്, ഏത് സമയത്ത് ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് വെറുതെ മൈൻഡിനെ ഒന്ന് ഫ്രീ ആയിട്ട് വിട്ടിരിക്കാൻ സമയം കിട്ടുന്ന അപ്പോൾ തന്നെ പറഞ്ഞു 777 മാജിക് ബിഗിൻ നൗ. അതേപോലെ തന്നെ നാളെ നമ്മുടെ കയ്യിലോ ഫോണിലോ എവിടെയെങ്കിലും കാണുന്ന രീതിക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് കാണുമ്പോഴൊക്കെ നമ്മൾക്ക് പറയാൻ പറ്റും. അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ, ലാപ്ടോപ്സൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ 777 മാജിക് ബിഗിൻ നൗ എന്നുള്ളത് നമ്മളൊന്ന് എഴുതിയിട്ട് അതിലെവിടെയെങ്കിലും ഒരു സ്ക്രീൻ സേവറായിട്ട് ഇട്ട് കഴിഞ്ഞ് നമ്മൾ എപ്പോഴൊക്കെ മൊബൈൽ ഓപ്പൺ ചെയ്യുന്നു, ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു നമുക്ക് കാണാൻ പറ്റും. വീട്ടമ്മമാരാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്, ചിലർ കിച്ചണിലായിരിക്കും, ചിലർ ഹോളിലായിരിക്കും, ചിലർ ബെഡ്റൂമിലായിരിക്കും, എവിടെയും ആയിക്കൊള്ളട്ടെ. അപ്പോൾ അവിടെ കാണുന്ന പോലെ നാളെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട്, അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും നിങ്ങളതൊന്ന് എഴുതി വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നാളത്തെ ദിവസം മുഴുവൻ പറയുകയും കൂടി ചെയ്തോളൂ. പെട്ടെന്ന് തന്നെ നിങ്ങൾ എഴുതിയ ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. അപ്പം മറക്കാതെ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.